ഏറ്റവും പ്രിയങ്കരനായ ഈ നാടിന്റെ ജനകീയനായ എംഎൽഎ നമ്മുടെ അധ്യക്ഷൻ ശ്രീ ടി.ജെ. വിനോദ്, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത നമുക്കെല്ലാം പ്രിയങ്കരനായ ശ്രീ രമേശ് ചെന്നിത്തല, ഞാൻ എല്ലാവരെയും അഭിസംബോധന ചെയ്യുന്നില്ല, കാരണം 10 മണിക്ക് മുമ്പ് ഈ യോഗം അവസാനിപ്പിക്കണം. വേദിയിലുള്ള സംബന്ധിതരായ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കൾ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്. ജാഥ അംഗങ്ങൾ ഉൾപ്പെടെ ഒരു വലിയ നിരയാണ് വേദിയിലുള്ളത്. എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, നമ്മുടെ പുതിയ യാത്ര കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയവികാരങ്ങൾ നെഞ്ചിലേക്ക് നടത്തുന്നൊരു യാത്രയാണ്. അവരുടെ ആഗ്രഹം ഈ ദുർഭരണത്തിന് അന്ത്യം കുറിച്ച് ഒരു പുതിയ യുഗപ്പിറവിക്ക് കേരളത്തിൽ തുടക്കം കുറിക്കണം എന്നാണ്. അവര് പ്രതീക്ഷയോടെ UDF-നെ നോക്കിക്കാണുന്നു. നമുക്കറിയാം, ഈ സംസ്ഥാനം തകർത്തു തരിപ്പണമാക്കിയിട്ടാണ് ഇവരിവിടെ നിൽക്കുന്നത്. ഇതിന്റെ കേരളം ശരിയാക്കി എന്നാണ് പറയുന്നത്. സത്യത്തിൽ ശരിയാക്കി. ഒരു നാടിന്റെ ഘടനയുടെ നട്ടം എന്ന് പറയുന്നത് എന്താ? സമ്പദ്ഘടനയാണ്. ആ സമ്പദ്ഘടനയുടെ സ്ഥിതി എന്താ? അടുത്ത മാസം പിണറായി വിജയൻ ഭരണത്തിൽ നിന്ന് സലാം പറയുമ്പോൾ 6 ലക്ഷം കോടി രൂപയുടെ കടബാധ്യതയാണ് മലയാളിയുടെ തലയിൽ കെട്ടിവെച്ചിട്ടുള്ളത്. കടത്തിന്റെ കയങ്ങളിലേക്ക് കേരളം മുങ്ങിത്താഴുകയാണ്. ഖജനാവിൽ പൂച്ച പറ്റി കിടക്കുകയാണ്. 10,000 കോടി രൂപ വേറെ കടങ്ങളുണ്ട്. എല്ലാ സ്ഥാപനങ്ങളും തകർന്നു. രമേശ് പറഞ്ഞു, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള 1ാമത്തെ സംസ്ഥാന കേരളമോ 12 മാസമായിട്ട്. അത് ഈ സർക്കാരിന്റെ തകർച്ച, സമ്പദ്ഘടനയുടെ തകർച്ച ജനങ്ങളുടെ ജീവിതത്തെ കൂടി ബാധിച്ചിരിക്കും. ജപ്തി നോട്ടീസുകൾ കേരളം മുഴുവൻ പ്രവഹിക്കുകയാണ്. ജപ്തി നോട്ടീസ് നമ്മളെ കാണാൻ വരുന്ന ജനപ്രതിനിധികളെ കാണാൻ വരുന്നവർ ജപ്തി നോട്ടീസുമായി വരികയാണ്. കിടപ്പാടം ജപ്തി ചെയ്യപ്പെടുകയാണ്. ഇവര് പറയുന്നത് ഉമ്മൻചാണ്ടിയുടെ കാലം ഇരുണ്ട യുഗമാണെന്നാണ് പുതിയ പ്രചരണം. ഞാൻ ചോദിക്കട്ടെ, വൈദ്യുതി ബോർഡ് ആ ഗവൺമെന്റ് ലാഭത്തിലാക്കി. ഒരു യൂണിറ്റിന് 22 പൈസ കുറച്ചു കൊടുത്തു. നല്ല 2016 ഇറങ്ങുമ്പോൾ നല്ല ഓർഡറില. ഇപ്പൊ എത്രയാണ് വൈദ്യുതി ബോർഡിന്റെ നഷ്ടം അറിയാം? 50,000 കോടി. അത്രേ പറ്റിയുള്ളൂ. അതാണ് ഇരുണ്ട യുഗം. ഇതാണ് ഇരുണ്ട യുഗം. ഏതാണ് ഇരുണ്ട യുഗം? സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിൽ എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ. ഇപ്പൊ സപ്ലൈകോയ്ക്ക് കൊടുക്കാനുള്ളത് 2,500 കോടിയാണ്. ഒരു സാധനം അവിടെ ഇല്ല. അതാണ് വിലക്കയറ്റം. ഇന്ത്യയിൽ ഒന്നാമത് നിൽക്കുമ്പോൾ മാർക്കറ്റിൽ ഇടപെടേണ്ട ഏജൻസി സപ്ലൈകോ തകർന്നു. മാർക്കറ്റിൽ ഇടപെടാതെ വിലക്കയറ്റം ഉയർത്തിയതാണ്. അതാണ് ഇതിന്റെ യുഗം. മറ്റതാണ് സർക്കാർ ആശുപത്രികളിൽ മരുന്നില്ല. മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് കോടികളാണ് കൊടുക്കാനുള്ളത്. കോടികൾ. ഇന്ന് വരുന്ന വാർത്തകൾ കണ്ടല്ലോ. മെഡിക്കൽ കോളേജിൽ പോയപ്പോൾ വയറ്റിൽ കത്രിക 5 കൊല്ലം. വയറ്റിൽ കത്രികയുമായി നടന്ന ആ സ്ത്രീയോട് ഒരു അനുകമ്പയിൽ കാണിക്കാത്ത മനസാക്ഷിയില്ലാത്ത സർക്കാരാണ്. ഒരു കുഞ്ഞി കളിച്ചപ്പോ വീണു. ആശുപത്രിയിൽ ചെന്നപ്പോ തെറ്റായി ചികിത്സിച്ചു. അവസാനം കൈ മുറിച്ചു മാറ്റേണ്ടി വന്നു. ആശുപത്രിയിൽ നിന്ന് പോന്നപ്പോൾ കുഞ്ഞിന്റെ അമ്മയോട് കുഞ്ഞൊരു ചോദ്യം ചോദിച്ചു, അമ്മ എന്റെ കൈ എവിടെ പോയെന്ന്. നാളെ ചോദിച്ചു, 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ച്. അതിനൊരു കൈ വെച്ചു കൊടുക്കാൻ തയ്യാറല്ലാത്ത ക്രൂരന്മാരാണ് കേരളം ഭരിക്കുന്നത്. ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ്. സംസ്ഥാനത്തിന്റെ സമ്പദ്ഘടന തകർന്നു. UDF ഇനി പ്രതിപക്ഷം മാത്രമല്ല, അധികാരത്തിലേക്ക് വരാൻ പോകുന്ന മുന്നണിയാണ്. എവിടെ ഈ സർക്കാർ പരാജയപ്പെട്ടു അവിടെ നമുക്ക് വിജയിക്കണം. എവിടെ ഈ സർക്കാർ കേരളത്തെ തകർത്ത് തരിപ്പണമാക്കി അവിടെ നമുക്ക് നമ്മുടെ കേരളത്തെ പുനരുജ്ജീവിപ്പിക്കണം. ഞാൻ നിങ്ങളോട് അഭിമാനത്തോടെ പറയുന്നു, UDF നേതാക്കളെല്ലാം അഭിമാനത്തോടു കൂടിയാണ് വേദിയിലിരിക്കുന്നത്. കഴിഞ്ഞ 2 വർഷക്കാലം ഞങ്ങൾ കഠിനാധ്വാനം നടത്തി.
ഗവേഷണ തുല്യമായ ഗ്രഹപാഠം ചെയ്ത് രാജ്യത്തിനകത്തും പുറത്തുമുള്ള വിദഗ്ധരുടെ അഭിപ്രായം തേടി ഓരോ രംഗത്തും സമഗ്രമായ ബദലും പദ്ധതികളുമായിട്ടാണ് UDF വരുന്നത്. ഒരുപക്ഷെ രാജ്യ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു പ്രസ്ഥാനം തെരഞ്ഞെടുപ്പിന് സർവസന്നാഹത്തോടെ നേരിടുന്നത്. ആരോഗ്യ കേരളത്തെ വെന്റിലേറ്ററിൽ നിന്ന് എണീപ്പിച്ച് ആരോഗ്യവതിയാക്കി കേരളത്തിലൂടെ നടത്തണ്ടേ? അതിനാണ് ഹെൽത്ത് കമ്മീഷൻ വെച്ച് ഹെൽത്ത് കോൺക്ലേവ് നടത്തി 600ഓളം ആരോഗ്യ പ്രവർത്തകരുമായി ബന്ധപ്പെട്ട അതിമനോഹരമായ ഒരു ഡോക്യുമെന്റ്, ഞാൻ പറയും നോളജ് അസറ്റ്, ജ്ഞാന സമ്പത്ത് എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു രേഖ നമ്മൾ പ്രകാശനം ചെയ്തു. ഞാൻ സമയക്കുറവ് മൂലം ദീർഘിപ്പിക്കുന്നില്ല. അത് നടപ്പാക്കിയാൽ UDF അത് നടപ്പാക്കും. നടപ്പാക്കുമ്പോൾ ലോക രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ ചികിത്സ തേടി കേരളത്തിലെത്തുന്ന ആരോഗ്യത്തിന്റെ ഡെസ്റ്റിനേഷൻ പോയിന്റാക്കി നമ്മുടെ സംസ്ഥാനത്തെ മാറ്റി. ഇന്നലെ അക്കാഡമിക് വിദഗ്ധർ തയ്യാറാക്കിയ ഹയർ എഡ്യൂക്കേഷൻ ഡോക്യുമെന്റ് പ്രകാശനം ചെയ്തു. സമഗ്രമായ ഒരു ഡോക്യുമെന്റാണ്. നമ്മുടെ കുട്ടികൾ 40-50 ലക്ഷം രൂപ കിടപ്പാടം പണയപ്പെടുത്തി വിദേശത്ത് പോകുന്നു. UDF വരുമ്പോൾ അവർ ജർമ്മനിയിൽ പോയി, UK പോയി, കാനഡയിൽ പോയി, ഓസ്ട്രേലിയയിൽ പോയി പഠിക്കുന്ന യൂണിവേഴ്സിറ്റികളിലെ പ്രോഗ്രാമുകൾ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ തുടങ്ങും. നമ്മുടെ കുട്ടികൾ അവിടെ പഠിക്കും. പഠിച്ച് പുറത്തു ഇറങ്ങുമ്പോൾ 2 ഓപ്ഷനാണ്. ഒന്ന് തൊഴിൽ, അല്ലെങ്കിൽ സംരംഭം തുടങ്ങാനുള്ള സഹായം കൊടുക്കും. അതിനായിട്ടുള്ള കേരളം ഇന്നുവരെ കാണാത്ത സമഗ്രമായ ഒരു തൊഴിൽ സംരംഭ പദ്ധതി ഈ യാത്ര തിരുവനന്തപുരത്ത് എത്തുന്നതിന് മുമ്പ് നമ്മൾ അവതരിപ്പിക്കും. കാർഷിക മേഖലയിൽ അതിഗംഭീരമായ ഒരു പാക്കേജ്, വൈൽഡ് ലൈഫ് അറ്റാക്ക് തടയാൻ പരമ്പരാഗത സംവിധാനങ്ങളും ആധുനിക സംവിധാനങ്ങളും സമന്വയിപ്പിച്ചുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂൾസ് ഉപയോഗിച്ചുള്ള പദ്ധതികൾ. നമുക്കൊരു സ്വപ്നതുല്യമായ ഒരു പദ്ധതിയുണ്ട്. കേരളത്തിന്റെ തീരം 600 കിലോമീറ്ററാണ് കടൽ. പ്രകൃതിയുടെ വരദാനമാണ്. 2 അന്താരാഷ്ട്ര തുറമുഖങ്ങൾ, വിഴിഞ്ഞവും കൊച്ചിയും. ഒരു കണ്ടെയ്നർ ടെർമിനൽ, രാജീവ് ഗാന്ധി. 17 മിനി തുറമുഖങ്ങൾ. തുറമുഖത്തിന്റെ ചുമതലയുള്ള ഉണ്ടായിരുന്ന മന്ത്രിയായിരുന്നു ബാലശേഷൻ. ഈ അന്താരാഷ്ട്ര തുറമുഖങ്ങളെയും മിനി തുറമുഖങ്ങളെയും കൂട്ടിയിണക്കി നമ്മളൊരു പദ്ധതി നടപ്പാക്കും. മിഷൻ സമുദ്ര എന്ന പേരിൽ കോസ്റ്റൽ ഷിപ്പിംഗ്. ഈ റോഡിലൂടെ പോകുന്ന ചരക്കുകളുടെ 70% 4 ചെലവിൽ കടലിലൂടെ പോകും. റോഡിലെ ഗതാഗതം കുറെ കൂടെ ഫ്രീ ആവും. 2ാം ഘട്ടത്തിൽ ക്രൂയിസ് പാസഞ്ചേഴ്സ് വരും, ക്രൂയിസ് ഷിപ്പിംഗ്. 3ാം ഘട്ടത്തിൽ നദികളുമായി സംയോജിച്ച വിശദമായ ഒരു ടൂറിസം പ്രോജക്ട്. കേരളം സിംഗപ്പൂർ പോലെ, സിയാറ്റിൽ പോലെ ഒരു തുറമുഖ നഗരമാക്കി മാറ്റണം എന്ന നമ്മുടെ സ്വപ്നം. ഇത് തയ്യാറാക്കിയ അന്താരാഷ്ട്ര മാരിടൈം എക്സ്പേർട്സും ഷിപ്പിംഗ് എക്സ്പേർട്സും എന്നോട് പറഞ്ഞത്, ഈ പദ്ധതി നടപ്പാക്കാൻ ഇതുപോലെ ഒരു മനോഹരമായ സ്ഥലം ലോകത്തൊന്നുമില്ലെന്നാണ്. നമുക്കത് ചെലവഴിക്കണ്ടേ? നിരവധി പദ്ധതികൾ വരും, ഏവിയേഷൻ പ്രോജക്റ്റ് ഉൾപ്പെടെ. ഞാൻ എല്ലാ കാര്യത്തെയും കുറിച്ച് പറയുന്നില്ല. ഒന്ന് സമയം വൈകി, 2 കുറച്ച് സസ്പെൻസ് കിടക്കട്ടെയാണ്. പക്ഷെ ഈ യാത്ര UDF സജ്ജമാണ്. യാത്ര തിരുവനന്തപുരത്തെത്തുമ്പോൾ മലയാളിക്ക് ബോധ്യമാകും, ഇത് ഭരണമാറ്റത്തിന് വേണ്ടി മാത്രം വരുന്ന വരവല്ല, ഇത് കേരളത്തിന്റെ മാറ്റത്തിന് വേണ്ടി വരുന്ന വരവാണ്. നിങ്ങൾക്ക് UDF വാക്ക് നൽകുന്നു, കേരളം ഇനി പിന്നോട്ട് നടക്കില്ല, കേരളം ഇനി മുന്നോട്ട് കുതിക്കും. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി കൂടി ഈ കേരളത്തെ രാജ്യത്തെ 1ാമത്തെ സംസ്ഥാനമാക്കി നമുക്ക് മാറ്റണം. ഇവരൊന്നും ഇത് ചർച്ച ചെയ്യില്ല. ഇതിൽ കുറെ അവകാശവാദങ്ങളാണ്. ഞാൻ പിണറായി വിജയന്റെ CPM-ന്റെ ഈ തൊലിക്കെട്ടി സമ്മതിച്ചു. വിഴിഞ്ഞം തുറമുഖം കൊണ്ടുവന്നതിൻ്റെല്ല ഇരിക്കുന്ന മന്ത്രി, പോർട്ടിന്റെ മന്ത്രി ഉമ്മൻചാണ്ടി സാർ ഇത് കൊണ്ടുവരുമ്പോൾ അന്ന് പാർട്ടി സെക്രട്ടറിയായിരുന്ന പിണറായി വിജയൻ എന്താ പറഞ്ഞത്? 6000 കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് കച്ചവടമാണ്. അല്ലെ, 6500 കോടി അതൊക്കെ കണക്കാക്കിയിട്ടാണ് പറഞ്ഞത്. എന്നിട്ട്
പദ്ധതി 7,000 കോടിയല്ലേ. എന്നിട്ട് ദേശാഭിമാനി പത്രം അന്നത്തെ എന്താ കടൽ കോള വീണ്ടും മറ്റൊരു ഉമ്മൻചാണ്ടി വന്നപ്പോൾ ആ മനുഷ്യനെയും മന്ത്രിസഭയും അപമാനിക്കാൻ പറഞ്ഞ പിണറായി വിജയൻ 8 ജാതി മമ്മൂഞ്ഞ് പോലും മാനിക്കുന്ന രീതിയിൽ അതിന്റെ പിതൃത്വം അവകാശപ്പെടുകയാണ്. എഴുതി വെച്ചിരിക്കുകയാണ് ഗെയിൽ പൈപ്പ് ലൈൻ ഞങ്ങൾ എഴുതുന്നു. ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് ഗെയിൽ പൈപ്പ് ലൈൻ ഇടാൻ ഗ്യാസ് ലൈനാണ്. ഒരാളുടെ നേതൃത്വത്തിലൂടെ ഒരു സമരം നടന്നു. എന്നിട്ട് ആളുകളെ പേടിപ്പിക്കാൻ വേണ്ടി പറയാണ് ഇത് ഭൂമിക്കടിയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ബോംബാണ്, ഇത് നടത്തരുത് എന്ന് പറഞ്ഞ ഒരാൾ, പ്രസംഗിച്ച ഒരാൾ ഈ മന്ത്രിസഭയിൽ അംഗമാണ് പി രാജീവ്, വ്യവസായ മന്ത്രി. എന്നിട്ട് ഇദ്ദേഹം പറയുകയാണ് ഗെയിൽ പൈപ്പ് ലൈൻ ഞങ്ങൾ കൊണ്ടുവന്നു. നമ്മൾ കൊണ്ടുവന്നപ്പോ ഭൂമിക്കടിയിലെ ബോംബായിരുന്നു. എവിടെ അതൊന്നും ഇരുണ്ട യുഗമായിരുന്നില്ല, അതൊക്കെ നല്ല കാലമായിരുന്നു. കേരളത്തിന്റെ ഈ കൊച്ചി മെട്രോക്കെതിരെ CPM സമരം നടത്തിയിട്ടുണ്ടല്ലോ, ഇല്ലേ? പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിരുന്ന പി രാജീവിന്റെ നേതൃത്വത്തിൽ ഈ കൊച്ചി മെട്രോക്കെതിരെ സമരം നടന്നിട്ടുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട് 2000 ആ ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞ് അതിൽ പങ്കെടുക്കാനുള്ള തോന്നുന്നുണ്ട്. എന്നിട്ട് കൊച്ചി മെട്രോ കൂടി ഇവിടെ അവകാശപ്പെടാൻ ആലോചിച്ച് അത് ഇടതുമുന്നണിയിലായിരുന്നു. ഇവരുടെ തൊലിക്കെട്ടി നമ്മളെ സമ്മതിക്കുന്നത്. ഇപ്പൊ ഇവർക്ക് ഇതൊന്നുമല്ല പറയുന്നത്, ഒടുക്കത്തെ വർഗീയത. സംഘപരിവാറ് വർഗീയത പറയും, നമ്മൾ ഒരുമിച്ച് നിൽക്കാണ്ട് അവർക്ക് സങ്കടം വരും, അപ്പൊ വിദ്വേഷം നടത്തും, നമ്മളെ തമ്മിൽ തെന്നിപ്പിക്കും, ശത്രുക്കളാക്കും. അപ്പോഴാണ് അവർക്ക് ആശ്വാസം വരും, നമ്മൾ ശത്രുക്കളാകുമ്പോൾ. ആ സംഘപരിവാറിന്റെ അതേ പാതയിലാണ് CPM കേരളത്തിലെ. അത്ഭുതപ്പെടുത്തുന്നു നമ്മളെ. ഡൽഹിയിലെ ചേത്തൻ പാതയും തിരുവനന്തപുരത്ത് അനിയൻ പാതയും ഒരേ തോണിയിൽ സഞ്ചരിക്കുക. ഇപ്പോൾ പിണറായി വിജയൻ വർഗീയതയ്ക്ക് തിരിവെടുത്തിരിക്കുക. കേരളത്തിൽ ഒരു തീപ്പൊരി വീണാൽ അയാൾ കത്തിക്കാൻ ശ്രമിക്കുന്ന വർഗീയവാദികളുള്ള സ്ഥലത്ത് CPM തീപ്പന്ത എറിഞ്ഞെടുക്കണം അവർക്ക്. പക്ഷെ ഞങ്ങൾക്കൊരു നിലപാടുണ്ട്. ഒരാളും ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും പറയില്ല. പറഞ്ഞാൽ ഞങ്ങൾ എതിർക്കും. ഏത് കൊണ്ടെന്ന് പറഞ്ഞാൽ എതിർക്കും. തെരഞ്ഞെടുപ്പ് കാലത്തല്ല എല്ലാവരും പേടിക്കുന്നത്. തെരഞ്ഞെടുപ്പിന്റെ പീക്കിൽ നിൽക്കുമ്പോ ആര് വർഗീയത പറഞ്ഞാലും നമ്മൾ വെള്ളം ചേർക്കുന്ന അതിനെ എതിർക്കും. ഈ ചിലര് എന്ന് പറയും ഞങ്ങളുടെ കയ്യിൽ വോട്ട് ബാൻഡുണ്ട് പേടിപ്പിക്കാൻ. വോട്ട് ബാൻഡ് എന്നത് ഈ കയ്യിൽ വെച്ച വർഗീയത പറയാൻ പറയുന്നു, ഞങ്ങൾ എതിർക്കും. ഞാൻ കരുതുന്നത് മതേതര കേരളം ഇരു കൈകളും നീട്ടി ഈ മതേതര നിലപാടിന് അവരുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കും. ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നിങ്ങൾ നോക്കിക്കോ, നമ്മുടെ കേരളം അഭിമാനത്തോടെ തല ഉയർത്തി നിൽക്കും ഈ രാജ്യത്തിന്റെ മുമ്പാകെ. ഇതാണ് മതേതര കേരളം എന്ന് പറഞ്ഞു. അതാണ് ആ കേരളം ആക്കണം നമ്മുടേത്. അത് പറഞ്ഞല്ലോ പിണറായി വിജയനും VD സതീശനും ഒക്കെ കുറച്ചു നാൾ കൂടി ഉണ്ടാവുന്നു, പിന്നെ ഓർമ്മയാകും. പക്ഷെ നമ്മുടെ കേരളം ഉണ്ടാകും. നമ്മുടെ മക്കളും അവരുടെ കൊച്ചുമക്കളും ജീവിക്കുന്ന ഈ സംസ്ഥാനത്ത് മതസൗഹാർദ്ദം തകർക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ നമ്മൾ ജീവിച്ചിരിക്കുന്നതിന് സമ്മതിക്കില്ല. അതാണ് നിലപാട്. ഇവരിപ്പോ എന്താ നടത്തുന്നത്? രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ്. ഇത്രയും പണം കട്ടെടുത്തിട്ടും അവർക്ക് മനസ്സിലായിട്ടില്ല, മതിയായിട്ടില്ല. രക്തസാക്ഷികളെ ഫണ്ട് കൂടി അടിച്ചെടുക്കുക. ആലോചിച്ച് നോക്കി, ഇപ്പൊ രക്തസാക്ഷികൾ ഉണ്ടാകുന്നത് CPM നോട്ട് അടിക്കുന്ന പോലെ നമ്പർ. എന്നിട്ട് ചോദിച്ചവരെ അത് പറഞ്ഞവരെ പുറത്താക്കി, കത്തവരെ അല്ല പുറത്താക്കിയത്. ശബരിമലയിൽ എന്താ ചെയ്തത്? നേതാക്കന്മാർ ജയിലിൽ കിടക്കുകയാണ്. CPM നേതാക്കന്മാർ അയ്യപ്പന്റെ സ്വർണം കവർന്നു. അത് മാത്രമാണ് ശബരിമലയിൽ ശ്രീകോവിലിന്റെ മുന്നിൽ വെച്ചിരുന്ന അതിമനോഹരമായ സ്വർണത്തിൽ പെടുന്ന ദ്വാരപാലക ശില്പം കോടിക്കണക്കിന് രൂപയ്ക്ക് CPM നേതാക്കൾ ഒരു കോടീശ്വരന് വിറ്റു. അയാളെ പറ്റിച്ചു കോടീശ്വരന്. അയാൾക്ക് അറിയുന്നത് കള്ളനെവരാണെന്ന്. എന്നിട്ട് കോടതി പറയാന് 2019 മുതൽ തുടങ്ങി ഈ കളർ ആരും അറിഞ്ഞില്ല. സാധാരണ കള്ളന്മാരെന്ത് ചെയ്യും? ആരും അറിഞ്ഞില്ലെങ്കിൽ വീണ്ടും കക്കും. 2024 വീണ്ടും കക്കാൻ പോയി.
കോടതി പറഞ്ഞത് ഫേക്ക് അർജൻസി ഉണ്ടാക്കി, വ്യാജമായി അടിയന്തര സാഹചര്യം ഉണ്ടാക്കി. അവർ ഇപ്പൊ പൂശണം, ഇപ്പൊ കക്കാനാണ്. കോടതി ഇടപെട്ട്. ഞാനിപ്പോഴും കരുതുന്നത് സാക്ഷാൽ അയ്യപ്പനാണ് കേട്ടെന്ന. അദ്ദേഹത്തിന് മനസ്സിലായി ഈ പോക്ക് പോയാൽ അയ്യപ്പന്റെ തങ്ക വിഗ്രഹത്തെ ഉണ്ടായിരിക്കും. ഒരു ദിവസം രാത്രി ഉറങ്ങാൻ നടന്ന് നേരം വെളുത്ത് എഴുന്നേറ്റപ്പോൾ പിണറായി വിജയൻ ഒരു അയ്യപ്പ ഭക്തി. ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ആകെ അയ്യപ്പ സംഗമം. പിന്നെ വേറെയാണ് സ്വാമിയെ ശരണമയ്യപ്പ. അയ്യപ്പന്റെ പടത്തിനേക്കാൾ വലിയ പടമാണ് പുള്ളിയെ വെച്ചിരുന്നത്. 2 ദിവസം മുമ്പ് മനസ്സിലായത് 600 പേര് പങ്കെടുത്ത പരിപാടിയുടെ ചെലവ് 12 കോടി. 600 പേര് പങ്കെടുത്തു. പക്ഷെ എഴുതിയെടുത്തേക്കുള്ള രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് 3000 പേര് കഴിച്ചു, ഉച്ചയ്ക്ക് 4000 പേര് ലഞ്ച് കഴിച്ചു, അത്താഴത്തിന് 5000 പേര്. കിടക്കവരെ അടിച്ചു മാറ്റി. ഏതാണ് കിടക്കവരെ? ഒരു ഭജന സംഘം, 50 ഭജന സംഘം ഗാനമേള നടത്തി എന്ന് പറഞ്ഞ് 8 ലക്ഷം രൂപ എഴുതി വാങ്ങിച്ചു. അവര് പറഞ്ഞു ഞങ്ങളെ പരിസരത്തെ കൂടി പോയിട്ടില്ല. ഞാനിപ്പോ ഐബിയോട് കൊല്ലിന് വരുന്ന വഴിക്ക് പറഞ്ഞു, കൊല്ലത്ത് CPM ഭരിക്കുന്നു, ഇപ്പൊ നമ്മളാ ഭരിക്കുന്നു കോർപ്പറേഷൻ. ഒരു ഫെസ്റ്റിവൽ നടത്തി, ഒരു കുതിരയെ കൊണ്ടുവന്നതിന്റെ ഒരു കണക്കുണ്ടാക്കി ഫെസ്റ്റിവല്. അപ്പൊ കുതിരയെ കൊണ്ടുവന്ന വാഹനത്തിലല്ലേ, അപ്പൊ ഓടിച്ച് എഴുതി ഒപ്പിട്ട് കൊടുത്തപ്പോ വണ്ടിയുടെ നമ്പർ വേണം, കുതിരയെ കൊണ്ടുവന്നു ഒരു നമ്പർ എഴുതി കൊടുത്തു. അത് ഓടിച്ചുകാർ പരിശോധിച്ചപ്പോ കുതിരയെ കൊണ്ടുവന്ന വണ്ടിയാണെന്നറിയാം, മാരുതി 800. മാരുതി 800 കുതിരയെ കൊണ്ടുവന്ന വിദ്വാന്മാരാണ് ആകെ അയ്യപ്പ സംഘടനത്തിന്റെ പരിസരിച്ചു മാറ്റി. കമന്ന് വീണാൽ കാൽപ്പണവുമായി കൊല്ലുന്ന കൊള്ളക്കാരുടെ സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. ഞാൻ ബന്ധിപ്പിക്കുന്നില്ല. 9:57 9:59 നിർത്തണം. 10 മണിക്ക് മൈക്ക് ഓഫ് ചെയ്യണം. നമ്മുടെ UDF എന്താ ഇരിക്കുന്നത്? വേണ്ട, ടീം UDF ആണ്. ടീം UDF അസംബ്ലിയിൽ ഞങ്ങളോട് ചോദിക്കും മന്ത്രിമാര്, ഇതിന്റെ പല പാർട്ടിയല്ലേ, പക്ഷെ ഒരു പാർട്ടി പോലെയാണല്ലോ. ഒരു പാർട്ടി പോലെയാണ് ഇപ്പൊ UDF. ഒരു പാർട്ടി. നിലമ്പൂർ ഇലക്ഷൻ എന്നോട് ചോദിച്ചല്ലായിരുന്നു, ഇതിന്റെ ഒറ്റ പാർട്ടിയാണോ UDF? ഇന്ത്യയിലെ മുഴുവൻ മുന്നണി സംവിധാനങ്ങൾക്ക് മാതൃകയാണ് നമ്മുടെ ടീം UDF. ആ ടീം UDF 100-ലധികം സീറ്റുമായി അധികാരത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ നമുക്കൊരു എറണാകുളം ജില്ലക്കാർ, ഞാൻ എറണാകുളം ജില്ലക്കാരൻ, എന്നെ ശരിയിരിക്കുന്നുണ്ട്. ഞാൻ പ്രേമേന്ദ്രനുണ്ട്, മോൻസ് ഉണ്ട്, ഷാനിമോളുണ്ട്, ഫ്രാൻസിസ് ജോർജ് ഉണ്ട്, അവരൊക്കെ CPM ഉണ്ട്, ഇവരെല്ലാവരും ഇരിക്കുന്നുണ്ട്. ഞാനൊരു കാര്യം പറയാം, 100-ലധികം സീറ്റുമായി UDF അധികാരത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്. എറണാകുളം ജില്ലയിലെ 14 സീറ്റും നമ്മൾ വാങ്ങിച്ചത്. അതിന്റെ ചുമതല നിങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് ഈ സ്വീകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം.